നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ തന്നെ കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമല്ലേ. ഞാനിതാ എൻ്റെ കൊച്ചു സ്ഥലത്ത് കാട് പോലെ വളർത്തിയിരിക്കുന്നുണ്ട്. ചെടികളായാലും പച്ചക്കറികളായാലും നമുക്ക് അന്നന്ന് കിട്ടേണ്ട കുറച്ച് ഐറ്റംസൊക്കെ കിട്ടുന്നുണ്ട്. മൊത്തമായിട്ട് ഞാൻ ചെടിയും മുളകും അങ്ങനെ വെണ്ട, കയപ്പ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ചെറിയൊരു സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ കുറച്ച് കുരുമുളക് പോലും കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലെ പറിച്ചതാണ്. അത്യാവശ്യം ഒരു 1-2 മാസം ഉപയോഗിക്കേണ്ട കുരുമുളക് ഉണ്ടത്. ഇപ്പോൾ ഇത് കണ്ടോ, വാളരിപ്പയറാണ്. ഇത് 3-4 പയർ കിട്ടിയിട്ടുണ്ട്. പയറല്ല, അവര എന്നാ പറയുക, ഇവിടെ കപ്പൽ അവര എന്നാ പറയുക. ഒരുപാടങ്ങ് വലിപ്പം വെച്ചിട്ടില്ലായിരുന്നു, എങ്കിലും 2 പേർക്ക് അത് ധാരാളമായിരുന്നു. കണ്ടോ, ഞാൻ വിത്തിന് വേണ്ടിയിട്ട് വെണ്ടക്ക മാറ്റി വെച്ചതാണ്. വെണ്ടയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഇത് അവസാനമായിട്ട് നിൽക്കുന്ന 3-4 വെണ്ടക്കയാണ്. അതിൻ്റെ വിത്ത് ഇനി നടണം. പച്ചമുളകൊക്കെ ഒരുപാടുണ്ട്, എങ്കിലും അതിനൊരു മഞ്ഞളിപ്പ് എന്ന് പറയുന്ന അസുഖം വന്നിട്ടുണ്ട്. കണ്ടോ, ഞാനിതിപ്പം പറിച്ചെടുത്തതാണ്. ഉണ്ടമുളകും അങ്ങാടിമുളകും കാന്താരി മുളകും ഒക്കെ ഉണ്ട്. ഇത് ഒരു 2-3 ദിവസത്തേക്ക് വേണ്ടുന്ന ഓരോ തവണയും പറിച്ചെടുക്കാം. അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. ഇങ്ങനെ ഫ്രീ ആയ ടൈമിൽ എല്ലാവരും ചെയ്ത് നോക്ക്. ഞാൻ ഇത് ചെടി ചീത്തയാകുന്നതിനനുസരിച്ചിട്ട് വിത്ത് പാകി മുളപ്പിച്ചും വയ്ക്കുന്നുണ്ട്. പഴുത്ത മുളകൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ പറിച്ചെടുത്ത അവര കൊണ്ട് ഇന്ന് ഒരു തോരൻ ഉണ്ടാക്കി. കുറച്ച് സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് ഒരു തോരൻ അങ്ങോട്ടാക്കി. ചോറ് വെന്ത് വരുന്നുണ്ട്. കുറച്ച് മീനുള്ളത് വറ്റിക്കാമെന്ന് വിചാരിച്ചു. മീൻ മുറിക്കുന്ന സൗണ്ട് അറിയുന്നപ്പോഴത്തേക്ക് എവിടെ നിന്നാണെന്നറിയില്ല, പൂച്ച ഓടിയെത്തും. അതവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഹൈദരാബാദിലുള്ള അച്ചാറാണ്. ടൊമാറ്റോ പിക്കിൾ എന്നൊക്കെയാണ് കാണുന്നത്. അവരുടെ ആ ഒരു കടുകെണ്ണയിലൊക്കെ ഉണ്ടാക്കിയ അച്ചാറാണ് എന്നാണ് പറയുന്നത്. ഞാൻ മുൻപിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്രക്കങ്ങ് ഇഷ്ടമല്ല. അമ്മക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. ഇത് ഒന്ന് പൊട്ടിച്ച് കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണി വാഷ് ചെയ്യാൻ ഇട്ടിട്ടിരുന്നു. ഇനി അതും കൂടി വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇന്ന് കാര്യമായ പാചകമൊന്നുമില്ല. തോരനും മീൻ വറ്റിച്ചതും അച്ചാറും മോരും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഉച്ചയൂണ് കഴിഞ്ഞു. ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു കാര്യം പറയാൻ എപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മറക്കാതെ ചെയ്യണേ. താങ്ക് യു.